എന്നൊക്കെയാ. ആ അപ്പൊ ഉണ്ടല്ലോടാ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മള് ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് റേഡിയൻ. നേരത്തെ നമ്മൾ എന്താ ആംഗിൾ യൂസ് ചെയ്യാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്? ഡിഗ്രി ആയിരുന്നു അല്ലെ? 30 ഡിഗ്രി 45 ഡിഗ്രി ഒക്കെ ആംഗിൾ വന്നിട്ട് വരയ്ക്കാനൊക്കെ പറയും. പിന്നെ ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മൾ റേഡിയനിലാണ് എന്ത് യൂസ് ചെയ്യണത്? ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പൊ എന്താണ് ആംഗിൾ എന്ന് അറിയാലോ? ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് ദ പോയിന്റ്, അവിടെ എന്തുണ്ടാവും? ആംഗിൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ? അപ്പോൾ നമുക്കിവിടെ ഡിഗ്രീനെ റേഡിയനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻറ്റു 180/π ചെയ്താൽ മതി. ഡിഗ്രിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻറ്റു π ഇൻറ്റു 180 ഡിഗ്രി ചെയ്താൽ മതി. അപ്പൊ അതിന്റെ പ്രോബ്ലം കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തു. അപ്പൊ ഞാൻ ലാസ്റ്റ് അത് ചെയ്യിക്കാം എക്സാം എടുക്കുന്ന പോലെ. ഇയാൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. എക്സാമ്പിൾ ആണോ? എക്സൈസ് 3.1 തേർഡ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് ഒരെണ്ണോളാ നിനക്കണ്ട ടെക്സ്റ്റ് ഉണ്ടോ? അത് നോക്കൂ, അവന്റെ നോക്കൂ. Exercise 3.1 തേർഡ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ ഇതിൽ 49 ആണ്. അതിൽ എത്രയെന്ന് അറിയില്ല. എക്സൈസ് 3.1 ഫസ്റ്റ് ആ ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ. എ വീൽ മേക്സ് 360 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ്. ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ, നിങ്ങൾ എഴുതിക്കോ. അല്ലെ പറഞ്ഞുതരാം. അത് നോക്കിക്കേ, ഒരു വീല് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വീലാന്ന് ഇരിക്കട്ടെ. ഈ വീൽ എന്താ ചെയ്യണത്? 360 റെവല്യൂഷൻ. ഒരു 1 മിനിറ്റിൽ എത്ര റെവല്യൂഷൻ ചെയ്യും? റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തന്നെ ഇങ്ങനെ നമ്മൾ തിരിയില്ലേ, അതാണ് റെവല്യൂഷൻ. അപ്പൊ 1 മിനിറ്റിൽ എത്ര റെവല്യൂഷൻ ചെയ്യുന്ന പറഞ്ഞേക്കണ? 360 റെവല്യൂഷൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ ചെയ്യും? 360 ഡിവൈഡഡ് ബൈ 60 എത്ര? 6. അപ്പൊ ഒരു സെക്കൻഡിൽ 6 റെവല്യൂഷൻ ചെയ്യും. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? ത്രൂ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അത് എത്ര റേഡിയൻസ് എന്ത് ചെയ്യും? എത്ര റേഡിയൻസ് തിരിയും എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്ത് നമുക്കിപ്പോ എത്ര? 1 സെക്കൻഡിൽ എത്രയാണ്? 6 ആയിട്ട് 6 റെവല്യൂഷൻ എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ ആംഗിൾ ട്രേസ്ഡ് ബൈ ദ വീൽ ഇൻ 1 റെവല്യൂഷൻ. അപ്പൊ ഒരു റെവല്യൂഷനിൽ എന്തോരം ആംഗിൾ ഉണ്ടാക്കും എന്ന് അറിയണം. അപ്പൊ എത്ര ആംഗിൾ ഉണ്ടാക്കും? 2π റേഡിയൻസ് ആയിരിക്കും. 2π റേഡിയൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2π ഇൻറ്റു റേഡിയൻസ്. അപ്പൊ 2π ഇൻറ്റു എന്ത് വരും ഇവിടെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 സെക്കൻഡിൽ 12π അല്ല, നീ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണോ പറഞ്ഞത്? 2π എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കിൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ സർക്കിളിന്റെ ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാ? 180 എന്ന് പറഞ്ഞാൽ എത്ര? π ആണ്. അപ്പൊ ഫുൾ ഒരു സർക്കിളിന്റെ ആംഗിൾ എത്രയാ? 2π ആണ്. മനസ്സിലായോ? അതാണ് 2π വന്നത്. അപ്പൊ ഒരു സർക്കിള് ഒരു പ്രാവശ്യം തിരിയുമ്പോ എത്ര ഡിഗ്രി തിരിയും? എത്ര റേഡിയൻ തിരിയും അത്? 360 ഡിഗ്രീന്റെ നമ്മൾ റേഡിയനിലോട്ട് ആക്കുമ്പോ എന്ത് വരും? 2π വരും. അപ്പൊ 6 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രാവശ്യം തിരിയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ റേഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2π ഇൻറ്റു 6 ചെയ്താൽ മതി. മനസ്സിലായോ? അല്ല, ഞാൻ അവന് പറഞ്ഞു കൊടുത്ത മനസ്സിലായത്?
അപ്പൊ ഒരു സെക്കൻഡിൽ 6 റെവല്യൂഷൻ ചെയ്യുന്നുണ്ട്. ഒരു റെവല്യൂഷനിൽ എത്രയാണ് തിരിയണത്? 2π തിരിയുന്നുണ്ട്. അപ്പൊ 6 റെവല്യൂഷൻ ആകുമ്പോൾ 2π × 6 എത്രയാ? 12π. ഒന്ന് എഴുതിക്കോട്ടോ. എന്താ മാധവ് ഇത്ര നേരത്തെ? ആംഗിൾ ട്രേസ്ഡ് ബൈ വീൽ ഇൻ 1 revolution is equal to angle traced by the wheel in 1 revolution is equal to 2π radians. 2π radians. അടുത്തത് ആംഗിൾ ട്രേസ്ഡ് ബൈ വീൽ ഇൻ 6 revolution is equal to 6 revolution. Angle traced by wheel in 6 revolution is equal to 2π × 6. 12π. അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങിയത് 12π. അടിച്ചായിരുന്നാ ആര്? എപ്പ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് 3.1 4th ക്വസ്റ്റ്യൻ ചെയ്തിട്ടാ. ടെക്സ്റ്റ് എടുത്തില്ലേ മാധവ്? ഫോർത്ത്. ഏരിയ ക്വസ്റ്റ്യൻ ഏരിയ ക്വസ്റ്റ്യനിൽ എന്താ നോക്കിയേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയാടാ. Question: find the degree measure of the angle subtended at the center of a circle of radius 100 cm by the arc length 22 cm. എന്ന് വെച്ചാൽ എന്താ? സർക്കിളിന്റെ റേഡിയസ് ഉണ്ട്. റേഡിയസ് എത്രയെന്നാ പറഞ്ഞേക്കണ? 100 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കണത്? ഇത് രണ്ട് റേഡിയസ് ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ആംഗിൾ സബ്സ്റ്റൻഡഡ് എന്ന് പറഞ്ഞാൽ എവിടത്തെ ആംഗിളാ? നടുക്കുള്ള ആംഗിൾ അല്ലെ? ഈ ആംഗിൾ വന്നിട്ടുണ്ടോ? ആ ആംഗിൾ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്നത് എന്തിൽ കണ്ടുപിടിക്കണം? ഡിഗ്രിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വേറെന്താ പറഞ്ഞേക്കണ? ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? സർക്കിളിന്റെ ആർക്ക് എന്ന് പറയുന്നത് കട്ട് ചെയ്യുമ്പോ ഈ ഒരു ഭാഗത്തിന് ആർക്ക്. അപ്പൊ ഈ ആർക്ക് ലെങ്ത് അവർ തന്നിട്ടുണ്ട്. എത്രയെന്നാ പറഞ്ഞേക്കണം? 22 ആണ് ആർക്ക് ലെങ്ത്. 22 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടം വരെ 22 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 100. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സാധനം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മാധവ്? തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു, ഞാൻ അന്ന് എഴുതി തന്നത് നോക്കിക്കേ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ R, L, തീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. തീറ്റ ഈക്വൽ ടു L/R എന്ന് പറഞ്ഞിട്ട്. തീറ്റ ഈസ് ഈക്വൽ ടു L/R. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തീറ്റ എന്ന് പറയണ ഇത്. L എത്രയാ? 22/R100 കണ്ടുപിടിച്ച്. ഇത്രയും കിട്ടി. ഇനി ഇതെന്താ? 0.2. ഇത് എന്തിലാ കിട്ടുന്നത്? ഈ മെഷർമെന്റ് എന്തിലായിരിക്കും ഇത്? റേഡിയനില. അപ്പൊ ഈ റേഡിയനിൽ എന്തിനോട്ട് മാറ്റണം? ഡിഗ്രിയിലോട്ട് മാറ്റണം. അപ്പൊ ഡിഗ്രിയിൽ കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. മാറ്റിക്കോ. എന്ത് ചെയ്യണം? ഡിഗ്രിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 180 × 5. മാറ്റിയാ? എനിക്ക് മനസ്സിലായടാ?
വെറുതെ. ഇപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തിലായിരിക്കും? റേഡിയൻ അല്ല കട്ടിയേക്കണം. അപ്പൊ റേഡിയനിലെ ഡിഗ്രിയിൽ കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. ഡിഗ്രിയിലോട്ട് മാറ്റാൻ എഴുതി ഫസ്റ്റ് ഇക്വേഷൻ റേഡിയനെ ഡിഗ്രിയിലോട്ട്. അപ്പൊ എന്ത് ചെയ്യണം? 22/100 ഇൻറ്റു എന്ത് വരും? 180/5. എത്ര കിട്ടി ഫൈനൽ ആൻസർ? 42/5 ആണ്. എടാ 42/5. ഏതാടാ? 42/5. അല്ല അല്ല 6/5. ആ അല്ല പൈക്ക് വാല്യൂ ഇടണ്ടോ? ആ പൈക്ക് വാല്യൂ ഇടണം. 22/7 പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. പൈയുടെ വാല്യൂ 22/7 22/100 ഇൻറ്റു 180/22 ഇൻറ്റു 7 വരും. And cut this 22 കട്ട് ചെയ്ത് കളയാലോ. എത്ര കിട്ടിയടാ നിനക്ക്? ഏ പിന്നെ ഈ 22 കട്ട് ചെയ്തു. 180 18 ഇൻറ്റു 7/10 എത്ര കിട്ടി? കട്ട് ചെയ്യപ്പോ 9 5. അപ്പൊ 9 ഇൻറ്റു 7 54/5. 54 അല്ലേ? എന്നെ തെറ്റിക്കില്ലടാ. 63/5 കട്ട് ചെയ്തെങ്കിൽ ഇത്ര നോക്കാം. ഇത്രയും ചെയ്ത എല്ലാരും ഇതാ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിപ്പോ 63/5 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 5 2 12 അല്ലേ? റിമൈൻഡർ എത്ര വന്ന്? 3 വന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണേ? 12 ഡിഗ്രി. ഇനി ബാക്കിയുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതണം? ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യണ മെത്തേഡ്. അതിന് മുമ്പ് കുറച്ച് പ്രോബ്ലം നമ്മൾ എടുത്തായിരുന്നു. അത് വെച്ചിട്ട് അത് പറഞ്ഞുതരാം. പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3/3 എന്ത് ചെയ്യണം? 3 ഇൻറ്റു ചെയ്യോ ഡിവൈഡ് ചെയ്യോ? ആ 12 ഡിവൈഡ് ചെയ്തപ്പോ 63 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 63 5 കൊണ്ട്. റിമൈൻഡർ 3 അല്ലല്ലോടാ, 10 അല്ലേ ഇത്? എത്ര കിട്ടി? 0.6 ആണോടാ നിനക്ക് കിട്ടിയ? എത്ര കിട്ടിയ? പിന്നെയും ചെയ്യണം. അതായത് 0.6 3/5 ഇൻറ്റു അല്ലല്ല. ഇവിടെ നോക്കിക്കേ, ബാക്കിയുള്ള നമുക്ക് ഈ 63 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? 63 = എന്താണ്? 12 ആദ്യം എഴുതിയിട്ട് 3/5 എന്ന് എഴുതാം അല്ലെ? അപ്പൊ അതുപോലെ 3/5 എന്ന് എഴുതിയതിനാ. ഇനി ആ 3/5 ഇൻറ്റു എന്ത് ചെയ്യണം? 60 ചെയ്യണം കേട്ടോ. എന്താ ഇതാ? ഇല്ല, നമ്മൾ റേഡിയനിലോട്ടല്ലേ ആക്കണത്. അപ്പൊ ഈ മെത്തേഡ് നമ്മൾ സാധാരണ ഒരു നമ്പർ ഇങ്ങനെ എഴുതാല്ല, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അതുപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതിയേക്കണാണ് ഇത്. ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ ഈ 3/5 ഇതിനെ മാറ്റിയിട്ട് നമ്മൾ മിനിറ്റിലോട്ട് ആക്കണത്. നമ്മൾ പോയിന്റിന് പകരം ഡിഗ്രി, റേഡിയനിലോട്ട് വരുമ്പോ മിനിറ്റ് സെക്കൻഡ് അങ്ങനെ വരുള്ളൂ. അപ്പൊ 12 എങ്ങനെ വരും? 12 അങ്ങനെ കിടക്കട്ടെ, അത് നമ്മൾ ഡിഗ്രി എഴുതി. ഇനി 3/5 ഇൻറ്റു എന്ത് ചെയ്യണം? 60 ചെയ്യണം. 60 ചെയ്തപ്പോ എത്ര കിട്ടി? 36 കിട്ടും. അപ്പൊ 3/5 ഇൻറ്റു 60 എന്ന് പറയണത് 112 36 അല്ലെ? അപ്പൊ ഇത് ചെയ്തപ്പോ 36 കിട്ടി. ഈ 36നെ നമ്മൾ 12 ഡിഗ്രി 36 മിനിറ്റ് എന്ന് എഴുതും. ഇങ്ങനെ എഴുതണം കേട്ടോ. ചെയ്ത് ചെയ്ത് കൂടുമ്പോഴേ അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ. ഇത്ര എഴുതിയാ?
അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 14 സെന്റിമീറ്റർ ഇഫ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് 20. കോഡ് എന്താ? സർക്കിളിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. മൈനർ ആർക്കും മേജർ ആർക്കും എന്ന് പറഞ്ഞാൽ എന്താ? അതറിയാലോ, സർക്കിളിന്റെ ഒരു പാർട്ടാണ് ആർക്ക്. അതിൽ ചെറിയ ആർക്കിനെ മൈനർ ആർക്ക് എന്ന് പറയും, വലുത് മേജർ ആർക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സർക്കിളിന്റെ ഡയമീറ്റർ 40 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാം 6. ലെങ്ത് ഓഫ് ദ കോഡ് എന്താ? കോഡിന്റെ ലെങ്ത് എത്രയെന്നാ പറഞ്ഞേക്കണ? 20. 20. ഡയമീറ്റർ എത്രയാണ് ഇതിന്റെ? ഡയമീറ്റർ 40 ആ പറഞ്ഞേക്കണേ. D is equal to 14. അപ്പൊ R എത്രയായിരിക്കും? 20. അപ്പൊ എല്ലാ സൈഡും 20 ആണ്. അതെന്ത് ട്രയാങ്കിൾ ആയി? ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയി. ഈക്വലാറ്റർ ട്രയാങ്കിൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് പറഞ്ഞേക്കണ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? θ = L/R എന്ന് പറഞ്ഞ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കാം. മാധവൻ എന്താ ഉറങ്ങണേണോ? ഉറങ്ങണല്ലേ? പിന്നെ നീ എന്ത് ചെയ്യണായിരുന്നു? എഴുതണായിരുന്ന? കണ്ണു നോക്കിയടാ അവന്റെ ഉറങ്ങണ പോലെ. ഉറങ്ങണായിരുന്ന അവൻ. പോയി മുഖം കഴിക്കും. ഉറക്കം മുഖം കഴിയാ ഉറക്കം പോവല്ലേ? ചെല്ല് മുഖം കഴിപ്പോ ചെല്ലട, അല്ലെങ്കിൽ നീ ഇരുന്ന് ഉറങ്ങും. വെറുതെ ഇവിടെ ഇരിക്കണ. ചെല്ലി പോ, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഞാൻ മുഖം കഴിയാൻ പറ്റില്ല മണി. നീ അവനോട് മുഖം കഴിയിട്ട് ക്ലാസ്സിലോട്ട് കയറിയാൽ മതി പറഞ്ഞു. അപ്പൊ തീറ്റ എന്ന് പറയണ എന്താടാ? ഇക്വേഷൻ L/R ആണ്. L എന്താ? ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് അറിയില്ല നമുക്ക്. അപ്പൊ L is equal to R into തീറ്റ. രണ്ടും തന്നിട്ടുണ്ട്. പിന്നെ ഈ തീറ്റനെ നിങ്ങൾ എന്തിലോട്ട് മാറ്റണം? റേഡിയനിലോട്ട് മാറ്റണം കേട്ടാ. തീറ്റ 60 ഡിഗ്രി അല്ലേ? ഈ 60 ഡിഗ്രിനെ നമുക്ക് എങ്ങനെ എഴുതാം? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 ബൈ എന്താണ്? 3 അല്ലേ? 3 അല്ലേ? സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180/3 ആണ്. 180 എന്താ? π/3. അപ്പൊ 60 ഡിഗ്രി നമുക്ക് എന്ത് എഴുതാം? π/3 എന്ന് എഴുതാം. അപ്പൊ ഇക്വേഷനിലോട്ട് കൊണ്ട് ഇട്ട് കൊടുത്തേ. അങ്ങനെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ പയ്യും കട്ടായി പോവൂലേ? അതിനാ π/3 നോക്കിക്കേ. 60 നമുക്ക് 180/3 എന്ന് എഴുതാം. 180 പൊതുവായിട്ട് നമ്മൾ പൈ എന്നാ പറയാറുള്ളത്. അപ്പൊ നമുക്ക് ഈ 180ക്ക് വരും പൈ കൊടുത്തു, 3ക്ക് വരെ ഇത് എഴുതി. ഇനി ഇക്വേഷനിലോട്ട് കൊണ്ട് ഇടുമ്പോ എന്ത് വരും? L is equal to R എന്താ? 20 അല്ലേ? 20 into θ π/3/3. ഇനി പൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 22/7 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂ കൊടുക്കാം. equal to 20 into 22/7 അത് ഞാൻ അങ്ങോട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി പൈനെ 22/7 ആക്കി. അത്ര ഇങ്ങനെ എഴുതിക്കോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്തു. കിട്ടിയാ? അടുത്ത് നിനക്ക് പോകാൻ കഴിയണ ഇനി? മുഖം കണ്ടപ്പോഴേ മനസ്സിലായി.
അപ്പൊ എന്ത് ചെയ്യണം? 20 into 22 3 into 7 ചെയ്ത് ഫൈനൽ ആൻസർ. ഇവിടെ എന്താണ് മാധവ് കണ്ടുപിടിച്ചിപ്പോ? എന്താ കണ്ടുപിടിച്ചിപ്പോ? അതായത് അപ്പൊ മനസ്സിലായി പ്രോബ്ലം എന്താ? അല്ല, ഈ പ്രോബ്ലത്തില് ഈ മൈനർ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കണ. ഈ ചെറിയ ആർക്കിന്റെ ലെങ്ത് തന്നേക്കുന്ന എന്ത് സാധനം മാത്രം? റേഡിയസ് മാത്രം, ഡയമീറ്റർ മാത്രം വന്നിട്ടുള്ളൂ. ഡയമീറ്ററിന്റെ പകുതിയാണുള്ള റേഡിയസ്. അപ്പൊ ഇത് 20, ഇത് 20, ഇത് ഓൾറെഡി 20 തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഒരു ഈക്വലായിട്ട് ട്രയാംഗിൾ ആയതുകൊണ്ട് ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഏതാ? ഇല്ല, മേജർ ആർക്കിന് മാറും. ഇതിപ്പോ നമ്മൾ മൈനർ ആർക്കിനെ മാത്രമേ പഠിച്ചേ. ആംഗിൾ മാറും. അപ്പുറത്തെ ആംഗിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, 60 ഡിഗ്രി എടുത്ത് പിന്നെ നമ്മുടെ ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു L/R. അതിന്റെ എല്ലിന്റെ വാല്യൂ, എല്ലാണ് ആർക്ക് ലെങ്ത്. L ഈസ് ഈക്വൽ ടു R into തീറ്റ. തീറ്റയ്ക്ക് പകരം എന്ത് കൊടുത്തു? എല്ല് കൊടുത്തു. 60 ഡിഗ്രിക്ക് പകരം നമ്മള് π/3 കൊടുത്തു. π/3 കൊടുത്തു. പൈയുടെ വാല്യൂ 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ എത്ര കിട്ടി? വാല്യൂ 440/21 ആണോ? ചെയ്ത് വരുമ്പോ 20.95 സെന്റിമീറ്റർ. ഏത്? ആ പൈ വെട്ടിക്കളയാൻ. കൂടുതൽ കാൽക്കുലേഷൻ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിരിക്കും. 60 ഇട്ട് കൊടുത്ത് എത്ര കിട്ടും നോക്കിക്കേ? 16 into അപ്പോഴേ തന്നെയാണ് കിട്ടുന്ന വാല്യൂ. അപ്പൊ റേഡിയനിലോട്ട് മാറ്റിയത് നമ്മള്. ഇക്വേഷൻ റേഡിയനിലല്ല കിടക്കണത്. തീറ്റ ഈസ് ഈക്വൽ ടു L/R. അത് റേഡിയനിലുള്ള ഇക്വേഷൻ. തീറ്റ ഈസ് നോട്ട് എന്താണ് ഡിഗ്രിയിലല്ല ആ ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ടാണ് തീറ്റയ്ക്ക് നമ്മള് കേട്ടാടാ ഈ L ഈസ് ഈക്വൽ ടു R into തീറ്റ ഉണ്ടല്ലോ, ഇതിലെ ഈ തീറ്റ എന്ന് പറയുന്നത് റേഡിയനിലുള്ളതാ. അതാണ് നമ്മൾ ഈ 16 ഡയറക്റ്റ് 16 എഴുതാണ്ട് റേഡിയനിലോട്ടാക്കി എഴുതിയത്. പൈയുടെ ടൈംസിൽ എഴുതണതാണ് റേഡിയൻ. അത് ആലോചിച്ചാൽ മതി. ഏത് ഫ്രാക്ഷൻ? ഇതാ, അത് മതി. സമയമുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇടണ്ട. ബാക്കി അവർ ഫുൾ ആൻസർ തന്നു, അല്ല ഫുൾ മാർക്ക് തന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ ട്രിഗണോമെട്രി പഠിച്ചല്ലേ എല്ലാരും? ആരാ പഠിക്കാത്ത? ആരാടാ പഠിക്കാത്ത? ഇപ്പൊ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നീയാണാ? നീയാണ് ഇപ്പൊ പറഞ്ഞത് ട്രിഗണോമെട്രി നീ പഠിച്ചിട്ടില്ല എന്നാണോ പറഞ്ഞത്? എടാ അവനെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തിയടാ. അവനവിടെ ഇരുന്ന് ഉറങ്ങണേ, എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് മുഖം കാണാ സൈഡിൽ ഇരിക്കും. ഇനി ശ്രദ്ധിച്ചേ, നമ്മള് ഭയങ്കര സൗണ്ട് അല്ലേ? കോസ്, സൈന്, ടാന് അതൊക്കെ എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഒരു വെറുതെ സാധാരണ ഒരു ട്രയാങ്കിളിലാണോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് സൈന്, കോസ്, ടാന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. എന്തിനാണ് ഈ സൈനും കോസും ടാനൊക്കെ പഠിക്കണത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഒരു സാധനത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ, അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് ഒരു സാധനത്തിന്റെ? നമുക്ക് ഒരു സൈഡും അതിന്റെ സസ്പെൻഡ് ചെയ്യണ ഒരു ആംഗിളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ സൈഡ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യണേണ്. അങ്ങനെ ഈ ആംഗിൾ എത്ര ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഇത് ഒബ്വിയസ്ലി അല്ലേ? ഇത് ഞാനൊരു തീറ്റ ആയിട്ട് എടുത്തു, ഒരു ആംഗിൾ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നോക്കിക്കേ, ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വശത്തിന് നമ്മൾ എന്താ പറയണ? അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം അല്ലെ? ഈ തീറ്റയുടെ തൊട്ടടുത്തുള്ള സൈഡാണ് അഡ്ജസന്റ് സൈഡ്. ഇതിന്റെ ഇവിടെ ഏതാ? ഇത് ഏത് സൈഡാ? ഇതിനാ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ആൻഡ് ഇതെന്താ? ഹൈപ്പോട്ടനസ്. അപ്പൊ നോക്കിക്കേ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എന്താ കോസ് തീറ്റ? BC/AC എന്ന് പറയാണ്ട് ഇക്വേഷനിലോട്ട് പറ. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ
ഹൈപ്പോട്ടനസ്. ഇതൊന്ന് എഴുതിയെടുത്തേക്ക്. ഇനി എന്താ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ Opposite by hypotenuse by ABC. പിന്നെന്താ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. Formula ഇനി ടാൻ തീറ്റ എന്താ? ടാൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള എന്ത് പ്ലസ് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള സൈനിന്റെയും കോസിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂസ് നിങ്ങൾ എന്തായാലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റിൽ എടുത്ത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ വരച്ചും കണ്ടുപിടിക്കാതെ ഈ ഒരു ടേബിൾ കണ്ട പഠിച്ചാണോ? എല്ലാരും പഠിച്ചിട്ടുണ്ട്. നീ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ വാല്യൂ? ഇനി ഇത് ഞാൻ പഠിച്ചിട്ട് ഇത് അറിയാവുന്ന കാര്യല്ലേ? നോക്കിക്കേ, ആദ്യം നമ്മൾ ആ ടേബിള് ടേബിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ഡിഗ്രി ഏതാ? π/6. π/6 എന്ന് പറഞ്ഞാൽ എത്ര? ഏത് വാല്യൂ? പൈക്ക് പകരം ആരായിട്ട് കൊടുത്താൽ മതി? 180 കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 5/6 എന്ന് പറയുമ്പോഴത്തേക്കും പൈക്ക് പകരം 180/6 എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രിക്ക് പകരമായിട്ട് റേഡിയനിലാക്കി എഴുതിയേക്കണേ അവര് എന്ത്? π/6 എന്ന്. അപ്പൊ π/6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി എന്ന് ഓർക്കണം. പൈ 30 ഡിഗ്രി വരുമ്പോ സൈൻ 30 ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങള്? പഠിച്ചാ സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ? പക്ഷെ അത് അങ്ങനെ പഠിച്ചിട്ട് കാര്യം. ഇനി നീ പ്രോബ്ലം ചെയ്യുമ്പോ വരച്ചോണ്ടിരിക്കും അവിടെ നിന്ന്. അപ്പൊ നോക്കിയ സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ. പിന്നെ π/4 എത്ര വരും? അപ്പൊ ഒന്ന് പറഞ്ഞേ. π/4 180/4 45 ഡിഗ്രി. അടുത്ത ഏതാ? π/3 60 ഡിഗ്രി. π/2 90. പിന്നെ എത്ര? π 180. ഇനി ബാക്കിയുള്ള വാല്യൂസും പഠിക്കണം. 3π/2 270 ഡിഗ്രി. അതെന്താ ഇപ്പൊ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞ? നേരത്തെ അറിയില്ലായിരുന്ന? 2π 360 ഡിഗ്രി. ഈ വാല്യൂസ് ഒന്ന് എഴുതിയെടുത്ത ബുക്കിലൂടെ, എന്നിട്ട് വേഗം പഠിച്ചത്. സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 തന്നെ. 30 ഡിഗ്രി π 1/2. നോട്ട് ഡിഫൈൻഡ് പിന്നെ എപ്പോഴാ? അടിയിൽ 0 വരുമ്പോഴാണ് എന്ത് വരുന്നത്? മാധവി ഇന്നലെ ഉറങ്ങിയില്ലേടാ? അതെന്താ? അതെന്താ? എന്ത് നിന്റെ ഇവിടെ എന്താ വീർത്തിരിക്കണ മുഖം? എന്ത് പറ്റി? എന്തേലും കുത്തിയാ പിടിച്ച്? ഇവനെനിക്ക് മറ്റേ അവതാറിലെ മുഖം നോക്കിക്കേടാ.
സൈഡ് ഇവിടെ ആ അവനോട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. എനിക്ക് നീ ഉറങ്ങണത് രാത്രി ഉറങ്ങണായിരുന്നു പറഞ്ഞു. ദൈവമേ എഴുതിയെടുത്താ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇക്വേഷൻ പഠി cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 1. അപ്പൊ നമ്മൾ സർക്കിൾ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യണത് കേട്ടോ. അതൊന്നും പറയണ്ടല്ലോ, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇത് എന്തായാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഓരോ ക്വാഡ്രന്റ് പഠിച്ചല്ലേ, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ്, സെക്കൻഡ്, അതിലുള്ള സൈനിന്റെയും കോസിന്റെയും ടാനിന്റെ ഒക്കെ സൈൻ എന്താണെന്നും പഠിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 4 ക്വാഡ്രന്റ് ആണുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചേ. ഇതില് ഫസ്റ്റ് ക്വാഡ്രന്റില് ഓൾ ആർ പോസിറ്റീവ്. ഇവിടെ എല്ലാരും പോസിറ്റീവാ. സൈൻ, കോസ്, ടാന് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റില് സൈനിന്റെ റെസിപ്രോക്കലാണ് ആര്, കൊസീക്ക്. അപ്പൊ സെക്കൻഡില് സൈനും കൊസീക്കും മാത്രമുള്ള ആര്, പോസിറ്റീവ് ആയിട്ട്. അപ്പൊ സൈൻ, കൊസീക്ക് ഓൾ പോസിറ്റീവ് കേട്ടാ. സെക്കൻഡിലാണ് സൈനും കൊസീക്കും. സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, അത് മാത്രം. ഇനി തേർഡ് ക്വാഡ്രന്റില് ടാനും ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട്, ടാൻ, കോട്ട്. ഫോർത്തില് കോസും പിന്നെ ആരായിരിക്കും, സീക്കും. ഇവര് മാത്രമുള്ളൂ പോസിറ്റീവ്. ഇതൊന്ന് എഴുതിയെടുത്തേ. എഴുതണല്ലേ? എഴുതിയാ? അത്ര എഴുതിയെടുത്തില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തിട്ട് ഗ്രാഫ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇഫ് cos x is equal to -3/5, if cos x is equal to -3/5, x lie in the മൈനസ് ആയതുകൊണ്ടിട്ട് എക്സ് ലൈൻ എവിടെ കോസ് പോസിറ്റീവ് ആയിട്ടുള്ളത്, ഫസ്റ്റിലും ഉണ്ട് പിന്നെ ഫോർത്തിലും ഉണ്ട്. ആ cos x is equal to -3/5, x lie in the third quadrant. ഇത് നെഗറ്റീവ് ആയതുകൊണ്ടിട്ട് -3/5 അല്ലേ. x lie in the third quadrant. Find the value of other 5 trigonometric functions. Find the value of other 5 trigonometric functions.
അപ്പൊ നോക്കിക്കേ കോസ് അടിച്ചു വെക്കണം, അടിച്ചു വെക്കണം. നോക്കിക്കേ കോസ് എക്സ് എന്ന് പറയണ എത്രയാ? -3/5. അപ്പൊ എന്തായിരിക്കും കോസിന്റെ റെസിപ്രോക്കൽ എന്താടാ? കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള ആരാ? സീക്ക്. സീക്ക് എത്ര കിട്ടും? -5/3. ഇനി നമുക്ക് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ഇക്വേഷൻ വെച്ചിട്ട് സൈനിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതിലോട്ട് ഇട്ട് കൊടുക്ക. നീ ഉറങ്ങിച്ചാവുന്നു. ഇതിനെ മാത്രം നീ രാത്രി എത്ര മണിക്ക് കിടന്നത് ഇന്നലെ? അതെന്താ അതുവരെ എന്താ പരിപാടി? ഉറക്കം വരാത്തപ്പോ എന്തേ? അതാണ്, അതാ മെയിനില്ല. ഫോൺ നോക്കിയിരിക്കും. ഉറക്കം വരാത്തോണ്ടല്ല, ഫോൺ നോക്കിയിരുന്നോണ്ട് നിനക്ക് ഉറക്കം വന്നില്ല. എന്നിട്ട് ഫോൺ നോക്കിയിട്ട് നീ എപ്പോഴാ ഉറങ്ങിയത്? എന്നിട്ട് എത്ര മണിക്ക് ഉറക്കം വന്ന? ഫോൺ നോക്കി എത്ര മണി ഫോൺ നോക്കി? നീ 12 മണി വരെ നോക്കിയല്ലേ? എന്നിട്ട് 12 മണി കഴിഞ്ഞപ്പോ ഉറക്കം വന്ന്. അപ്പൊ ബുക്ക് എടുത്ത് അപ്പൊ ഉറങ്ങൂടാ. അപ്പൊ പിന്നെ നീ എന്തിനാ? കണ്ടുപിടിച്ചാ തലക്കൈ കൊടുത്തിട്ടിരിക്കണേ. കണ്ടുപിടിക്ക്. ഇതെങ്ങനെ കണ്ടുപിടിക്കടാ? ഇട്ട് കൊടുത്തേ വേഗം. ഇതൊറ്റ ഫോർമുല ഉള്ളൂ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഈക്വൽ ടു 1. അതാണ് ഒരു ഫോർമുല. ഇപ്പൊ സൈനിന്റെ വാല്യൂ, കോസിന്റെ വാല്യൂ അറിയാലോ. അപ്പൊ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ എന്താ? -3/5 the whole square. -3/5 the whole square പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1. അതിനപ്പുറത്തോട്ട് എടുക്കാം. എന്താടാ? 4/5. അപ്പൊ അപ്പുറത്തോട്ട് പോകുമ്പോ എന്താകും? സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ സൈൻ സ്ക്വയർ ഇക്വേഷന്റെ ഇക്വേഷൻ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ? അതിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 minus 9/25 which is equal to cos square x എന്തായിരുന്നു? അതെന്താ? -3/5 the whole square എടുക്കുമ്പോ നെഗറ്റീവ് പോകും. അതാ പറ്റിയത്. പിന്നെന്താ പറ്റുക? വരട്ടെ. -3/5 the whole square. അപ്പൊ 1 minus 9/25. ഇതെങ്ങനെ വരും? 25 minus 9/4/5. അതല്ലേ കിട്ടിയ എനിക്ക്? അപ്പൊ സൈൻ വാല്യൂ കിട്ടി. സൈൻ സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയ സൈനിന്റെ വാല്യൂ അല്ല, സൈനിന്റെ വാല്യൂ ആണ് ഇപ്പൊ കിട്ടിയത്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഇത് 4/5. അപ്പൊ സൈൻ കിട്ടി. ഇനി ആരെ കണ്ടുപിടിക്കാം? മൈനസ് വരുന്നുണ്ടോ? മൈനസ് ഇല്ലല്ലോ. പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട്. കാരണം സ്ക്വയർ ആയതുകൊണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ഓർ മൈനസ് ഇട്ടു. അത് കണ്ടുപിടിക്കണം. പിന്നെ ഈ ഒരു സംഭവം എവിടെയാ കിടക്കുന്നത്? ഈ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡിൽ ആരാ പോസിറ്റീവ് ആയിട്ടുള്ളത്? ഇതിലോള്. ഇതിലാരാ ഉള്ളത്? സൈൻ. ഇതില് ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. അപ്പൊ ഈ സൈൻ നമുക്കിപ്പോ പ്ലസ് ഓർ മൈനസ് ആണല്ലോ കിട്ടിയേക്കണം. അപ്പൊ അതിൽ ഏത് പോസിറ്റീവ് വാല്യൂ എടുക്കും നെഗറ്റീവ് വാല്യൂ എടുക്കും? പോസിറ്റീവ് ആണ് എടുക്കണം. ഏതാ എടുക്കണേടാ? നെഗറ്റീവ് എടാ ഇതില് നോക്കിയേ, ഇതിലെല്ലാം പോസിറ്റീവാ. ഇതിലാരാ? കോസും കോസിന്റെ റെസിപ്രോക്കലും. ഇതിലാരാ? ടാൻ. ഇവിടെ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ തേർഡില്. അപ്പൊ സൈൻ എന്താണ്? സൈനിൽ പ്ലസ് ഓർ മൈനസ് എന്നല്ലേ പറയാം. അപ്പൊ പ്ലസ് വാല്യൂ ആകാം മൈനസും ആകാം. പക്ഷെ ഇവിടെ ആരാ പോസിറ്റീവ് ആയിട്ടുള്ളൂ? ടാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നെഗറ്റീവാ.
ആ അപ്പൊ സൈൻ ഇപ്പൊ നമുക്ക് ഏത് വാല്യൂ എടുക്കണം? നെഗറ്റീവ് വാല്യൂ എടുക്കണം. അപ്പൊ സൈൻ ഈസ് ഈക്വൽ ടു -4/5 because the third quadrant only the tan is positive. അതും കൂടെ എഴുതിക്കോ. In third quadrant the value of ടാനും കോട്ടും വരും റെസിപ്രോക്കൽ. In third quadrant the positive value the tan is only the positive value. അത് ഏത് ക്വാഡ്രന്റ് ആടാ? സെക്കൻഡിന്റെ കാര്യത്തിൽ ഇപ്പൊ പറയണം. എടാ ഞാനത് നിങ്ങൾക്ക് അറിയാല്ല, ഇതില് സൈൻ അല്ലേ? ഞാൻ തേർഡിന്റെ കാര്യം പറഞ്ഞത്. തേർഡ് എന്നല്ല അവിടെ എഴുതിയേക്കണ ക്വസ്റ്റ്യനില്. തേർഡ് നോക്കണം എന്തിനാന്ന്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണ? തേർഡ് ക്വാഡ്രന്റിലാണ് കോസിന്റെ കാര്യം പറഞ്ഞേക്കണ. പിന്നെ തേർഡ് അല്ലാണ്ട് പിന്നെ എത്ര നോക്കണം? അപ്പൊ നോക്കിക്കേ, സൈൻ ഈസ് ഈക്വൽ ടു -4/5 കേട്ടാ. സൈൻ കിട്ടി. സൈൻ ഉപയോഗിച്ചിട്ട് ആരെ കണ്ടുപിടിക്കാം? ബാക്കി എല്ലാത്തിനും കണ്ടുപിടിച്ചാ. എന്നിട്ട് കണ്ടുപിടിക്കുന്ന സൈൻ കിട്ടി. സൈൻ കോസീക്ക് കണ്ടുപിടിക്കും. കോസീക്ക് എന്താ? കോസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1/. കോസീക്ക് എക്സ് നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. -5/4. 5 ആണ് കേട്ടോ. ഇനി ടാൻ കണ്ടുപിടിച്ചേ. ടാൻ എന്താ? സൈൻ ബൈ കോസ്. എന്താ? ഏത്? അല്ല, ടാനിൽ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക. ടാൻ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ചേ. എല്ലാ ഫംഗ്ഷൻസും കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. 3, 4, 5 ട്രിപ്ലറ്റാ. നീ ഇത് ചെയ്തേ. ഇത് ചെയ്. നീ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് ചെയ്യടാ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കണേ. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈൻ എന്താ? 4/5. എത്ര കിട്ടി? പോസിറ്റീവ് വന്നല്ലോ. ചെയ്ത് പഠിച്ചിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന +2 തോറ്റു പോകുമ്പോ. ചെയ്താ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു -5/12 തന്നെ ചെയ്തോളൂ. ഇതൊന്നും പറഞ്ഞില്ല. ഇഫ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു -5/12 x lies in the second quadrant. If cot x is equal to -5/12 x lies in the second quadrant. Find the value of other 5 trigonometric functions. വേറൊരു ഇക്വേഷനും കൂടി പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? sin square x plus cos square is equal to 1. അത് എഴുതി എടുത്ത് വെക്കുക അവിടെ. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഒരെണ്ണം പഠിക്കാനുള്ളത്. cot square x plus sec square x plus tan square is equal to 1. sec square x plus tan square x equal to 1. ഈ രണ്ട് ഇക്വേഷൻസ് പഠിക്കണം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ ഏതാ വാല്യൂ കിട്ടിയേക്കണം നിങ്ങൾക്ക്? നമുക്കിവിടെ കോട്ട് കിട്ടി. കോട്ട് കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ടാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ടാൻ ഉപയോഗിച്ച് ഇതിലിട്ട് കൊടുത്ത് സീക്ക് കണ്ടുപിടിക്കണം. സീക്ക് കിട്ടിയ കോസ് കിട്ടും. കോസ് കിട്ടിയ സൈൻ കിട്ടും. ഇങ്ങനെ ചെയ്യും. അയ്യോ, ഇന്നും ആരും ഇല്ലല്ലോ ഓൺലൈനിൽ.
ചോദിക്കുന്ന ആള് പറയണോ കേട്ടാ. കോട്ടിന്റെ വാല്യൂ പറഞ്ഞേടാ. ഡാ നീ പറ കോട്ടിന്റെ വാല്യൂ. minus 2/5. അയ്യോ കോട്ടല്ല, Minus 2/5. 2/5 ആ? Minus 12/5. 12/5 അല്ലേ? ഞാൻ പറഞ്ഞ ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയതിന്റെ കുഴപ്പമില്ല. എന്നോട് ചോദിക്കാം. സീക്കിന്റെ വാല്യൂ പറഞ്ഞടാ, കണ്ടുപിടിക്കും. നീ പറയാ, നീ വേണം പറയാം, വേഗം കണ്ടുപിടിക്കും. 21/25. നീ മിണ്ടണ്ട, നിന്നോട് ഞാൻ ചോദിച്ചാ നീ അത് ഇന്ന് ചെയ്യും. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ അതെ. അത് ഞാൻ നോക്കാം, ലാസ്റ്റ് നോക്കാം. ഏ 239 അതെങ്ങനെ കിട്ടി നിനക്ക്? 12 സ്ക്വയറാ? ആ 12 സ്ക്വയർ എത്രയാടാ? 264 12 സ്ക്വയർ. സി സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ ആണ്. ആ അതെ അതെ, മൈനസ് ആണ് കേട്ടോ, മാറിപ്പോയെ. ഇക്വേഷൻ ഒരു ചേഞ്ച് ഉണ്ട്, ഇവിടെ മൈനസ് ആണ് കേട്ടോ. എന്റെ ഇവിടെ മൈനസ് ആണ് കേട്ടോ ഇക്വേഷൻ. 244 മൈനസ് ആണ് അവിടെ, അപ്പൊ അതനുസരിച്ച് മാറും. അതൊന്ന് നോക്കിക്കോ. 12 സ്ക്വയർ 144, 244 ആ. നാളെ 20 വരെയുള്ള സ്ക്വയർ എഴുതിക്കൊണ്ട് വരും കേട്ടോ. എടാ നീ ഇതും വെച്ചിട്ട് എങ്ങനെ എഴുതൂടാ പരീക്ഷക്ക്? ഇതുപോലെ ചെറിയ മിസ്റ്റേക്ക് വരുന്ന പ്രോബ്ലം മൊത്തം തെറ്റൂലേ? ഇതിലോട്ട് ഇട്ട് കൊടുത്താ നീ ആ വാല്യൂ. 6 സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ എങ്ങനെ വരും? 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ, അതല്ലേ? 1 പ്ലസ് 144/25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതിനാ. സീക്ക് കിട്ടിയ ആർക്ക്? ഇങ്ങനെ കിട്ടിയ ആർക്ക്? ആ സീക്ക് സ്ക്വയർ എക്സ് ആണ് 169/25. അപ്പൊ സീക്ക് എക്സ് കണ്ടുപിടിക്കും. കൂട്ടെടുക്കണ്ടെണ്ണത്തിന് അതാ സ്റ്റെപ്പ് എഴുതണം. സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു എഴുതിക്കാം അവിടെ. അതിന് സീക്ക് എക്സ് കണ്ടുപിടിച്ചേ. ആ ബെസ്റ്റ്, ഇതൊന്നും അറിയാവുന്ന ഇരിക്കണം. അപ്പൊ സ്ക്വയറും 25 വരെയുള്ള സ്ക്വയറും 15 വരെയുള്ള ക്യൂബും പഠിച്ചിട്ട് വരണം കേട്ടോ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. 13 × 13 ആണ് 119. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നീ പറഞ്ഞ 25 × 1 പ്ലസ് 144/25 എത്ര? റൂട്ട് കണ്ടുപിടിക്കണ എങ്ങനെയാ? റൂട്ട് കണ്ടുപിടിക്കണ 2 നമ്പറിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ. എടാ ഇത് ഏത് നമ്പറിന് 2 നമ്പറിന് ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 169 കിട്ടണം. 13 × 13 ചെയ്ത് നോക്കിയേ. 169. അത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് എക്സ് കണ്ടുപിടിക്കിനി. ഇത് ചെയ്ത് കഴിഞ്ഞാടാ? ചെയ്ത് കഴിഞ്ഞെങ്കിൽ എക്സ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. 13/. പ്ലസ് ഓർ മൈനസ് ആയിരുന്നത്. സ്ക്വയർ വരുമ്പോ അപ്പുറത്ത് പോകുമ്പോ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. പക്ഷെ ക്വാഡ്രന്റിൽ ഏതാ? ഇപ്പൊ ഏത് ക്വാഡ്രന്റാ പറഞ്ഞേക്കണം? സെക്കൻഡ് അല്ലേ ക്വസ്റ്റ്യനിൽ തന്നേക്കണം. നോക്ക്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ് ആയിട്ടുള്ളത്? സൈനും കൊസീക്കുള്ളൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞ സാധനം എന്താ? സീക്കാണ്. അപ്പൊ അത് നെഗറ്റീവ് ആണ് അതിന്റെ വാല്യൂ. അത് ഇട്ട് കൊടുക്കും. -13/5. ഇനി അടുത്ത വാല്യൂ കണ്ടുപിടിച്ചേ. അപ്പൊ സീക്ക് കിട്ടിക്കഴിഞ്ഞാൽ കോസ് കണ്ടുപിടിക്കാലോ. ആ കോസ് എത്ര? ആ തിരിച്ചിട്. ആ ഇനി സൈൻ കണ്ടുപിടിക്കണം. അത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? റൂട്ട് ഇല്ല, മൈനസ് ആയി വരും. അപ്പൊ
സൈൻ ആണാടാ. സൈൻ 12/5 ശരിയാണ്. സൈനല്ല കോസ് അല്ലേ കണ്ടുപിടിച്ചത് നീ? എനിക്ക് നെഗറ്റീവ് വന്നതുകൊണ്ട് 12/5 ആണോ കിട്ടിയത് എല്ലാവർക്കും? എനിക്ക് റൂട്ടിൽ നെഗറ്റീവ് വന്നതുകൊണ്ട് അൺഎബിൾ ടു ഡു വൈഫൈ. റൂട്ടിൽ നെഗറ്റീവ് ഒന്നുണ്ടോ? 1 - cos square x ചെയ്താൽ പോരെ അങ്ങോട്ട്. എന്നിട്ട് വാല്യൂ കണ്ടുപിടിച്ചപ്പോ എത്ര കിട്ടി? മിസ്റ്റേക്ക് അല്ല, 4/3 ഉള്ളൂ. 4/3 അല്ല. എന്തിനാ സൈനിന്റെ വാല്യൂ ആണോ? 12/30. ഒരു പേന വരുവോടോ? പേന ഉണ്ടോ? വേറെ വേറെ ഉണ്ടോ? വേറെ വല്ല പേന ഉണ്ടോ നോക്കി. കിട്ടിയാ? എത്ര കിട്ടി? 12/5 നോക്കട്ടെ. 1 - 5/13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 + 5 1 + 25 116 എന്ന് പറയാനില്ലേ? എന്താടാ? അത് എളുപ്പമുള്ളടാ. നിനക്ക് എത്ര കിട്ടി? 12/5. 12/5 എങ്ങനെ വന്നു? 12/13 അവനല്ല, നിന്റെ തെറ്റി. വെള്ളം വേണോ? 12/13 എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാ 25 വന്നത് നിനക്ക്? ഇതെങ്ങനെ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ അടിയത്തെ ഡിനോമിനേറ്റർ മാറുമോ? അയ്യോ, ആ അത് മനസ്സിലായി. കിട്ടിയാ? അതിനൊക്കെ കിട്ടിയാടാ? നോക്കിക്കേ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പൊ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ എക്സ് അല്ലേ? അല്ല, കോസ് സ്ക്വയർ എക്സ്. കോസ് എത്ര? -5/3 ആ. കോസ് -5/3. അപ്പൊ -5/13 ഹോൾ സ്ക്വയർ. നിനക്ക് എങ്ങനെയാ നെഗറ്റീവ് വന്നത്? ആ 1 - 25/169 വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 169 - 25/169. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 169 - 25 എത്ര? 144/169 which is equal to sin x is equal to ±112/30. ഇനി ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് അല്ലേ? സെക്കൻഡിൽ ആരാ പോസിറ്റീവ്? സൈൻ. അപ്പൊ പോസിറ്റീവ് വാല്യൂ എടുക്കാം. ഈക്വൽ ടു 12/30. കിട്ടിയ? നിനക്ക് കിട്ടിയാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ചെയ്താ. ഇനി അടുത്ത എക്സസൈസ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ കുറച്ച് സ്പീഡായിട്ടാ. നല്ല സ്പീഡായിക്കോണം. ഇതൊന്നും അല്ല എക്സാമിന് സമയം കിട്ടില്ല. ഇതുപോലെ 5 ഇതൊക്കെ 3.2 ഫസ്റ്റ് 1. ആ ഇതുപോലത്തെ പൊട്ടത്തരം കാണിക്കുന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. എക്സസൈസ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് വേണോ? അങ്ങനെയുണ്ട് ടെക്സ്റ്റ്. നിനക്ക് എന്താ അത്ര കുഞ്ഞു ടെക്സ്റ്റ് കിട്ടിയത്? എവിടെന്നാ? നീ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വൈൻഡ് ചെയ്താ? പിന്നെ അതാ ഞാൻ ചോദിച്ചത്, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് വൈൻഡ് ചെയ്യിച്ചാണ്. അപ്പൊ കോഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ സൈൻ കണ്ടുപിടിക്കാം, ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. മറ്റേതിൽ നിങ്ങൾ ടാൻ മറ്റേതിന്റെ കൊസേക്കും കണ്ടുപിടിക്കണം കേട്ടാ. മറ്റേതിന്റെ പ്രോബ്ലത്തിന്റെ ബാക്കി. ആ എന്തെന്നാ ഇപ്പൊ പറഞ്ഞ? നീ ഇപ്പൊ എന്താ? ഞാൻ വെച്ച് ഇപ്പൊ ചെയ്തതിന്റെ ആൻസർ ആയിരിക്കും.
എന്താ ചെയ്യണ്ട? ബാക്കിയുള്ള ഫങ്ഷൻസ് കണ്ടുപിടിക്കാം. സൈൻ കണ്ടുപിടി. സീക്ക്. കോസിന്റെ റെസിപ്രോക്കൽ സീക്ക്. സൈനിന്റെ സീക്ക് അല്ല, ഓപ്പോസിറ്റാ. സൈനിന്റെ കൊസീക്ക്, കോസിന്റെ സീക്ക്. മാക്സിമം നിങ്ങൾ പ്രോബ്ലം ചെയ്താലേ സ്പീഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും മന്നിച്ച്. ഈ പുതിയതായിട്ട് വന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നാണോ? നിങ്ങൾക്കറിയോ ഇപ്പൊ എവിടെ ട്യൂഷന് വരുന്ന വന്നത്? എനിക്ക് നോക്കട്ടെ. സൈൻ എക്സ് എത്ര ആയിട്ട്? സൈൻ എക്സ് എത്ര ആയിട്ട്? √3. വേറെ √3/2 ആണോ? ഏത് ക്വാഡ്രന്റാ ഫസ്റ്റത്തെ? എന്നെ കുജുവാ ടാൻ റൂൾ 3/4. അതെങ്ങനെ കിട്ടി? 4. സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 3/4. സൈൻ ഈക്വൽ ടു √3. 4ന്റെ റൂട്ട് എടുക്കുമ്പോ 2. നെഗറ്റീവ് √3/2 സൈൻ. നിനക്ക് സൈൻ നെഗറ്റീവ് √3/2 ആണോ കിട്ടിയത്? നെഗറ്റീവ്. എടാ ക്വാഡ്രന്റ് നോക്കണം, ഏത് ക്വാഡ്രന്റിലാണ് കിടക്കണം? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ്? ടാൻ മാത്രം. അപ്പൊ സൈൻ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കും. സൈൻ ഇട്ടോളോട്ടോ അതിന്റെ. അത് ഞാൻ എഴുതി തന്നത് എഴുതിയിരുത്തില്ലേ? എടാ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ് എന്ന് പറഞ്ഞ എഴുതി തന്നില്ലേ? ഫസ്റ്റിൽ ഏതാ പോസിറ്റീവ്? അതില് നോക്കി കണ്ടുപിടിക്കും. ഇപ്പൊ ക്വാഡ്രന്റ് ഏതാ തന്നിട്ടില്ലേ അതിന്റെ അകത്ത്? അപ്പൊ തേർഡിൽ എന്താ സൈൻ? നെഗറ്റീവ്. അത് നോക്കി ഏതിലാന്ന്? ആ പോസിറ്റീവ് ഉള്ളത് മാത്രം എഴുതി തന്നേക്കണേ. ഫസ്റ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡില് സൈനാ. അത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താ പോലെ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. നിനക്കപ്പൊ എങ്ങനെ ടാൻ കിട്ടി? അതെങ്ങനെയാണ് വിളിച്ചു നീ ടാൻ? പുറത്തോട്ട് ഞാൻ ഇറക്കിയിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി. ആ +2 ക്ലാസ്സിൽ കൊണ്ടെടുത്തു ഞാൻ. ഫോർത്ത് വെച്ചില്ലേ? ഫോർത്ത്. തേർഡ് ചെയ്താ? തേർഡ് ചെയ്ത് കഴിഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ നല്ല ചീത്ത പറയാം. കഴിഞ്ഞ കണ്ടുപിടിച്ചാ? സീക്കും കൊസീക്കും കണ്ടുപിടിക്കുന്നു. ഞാൻ എറിയാനുള്ള പരിപാടിയാ. ടാൻ എത്താണ്? 2√3 ടാൻ √3. സൈൻ എത്രയാടാ? എടാ സൈൻ സ്ക്വയർ ആടാ 3/4. ഞാനേ സൈൻ സ്ക്വയർ എക്സ് ആണ് 3/4. അത് എഴുതണം. അപ്പൊ സൈൻ എന്താ? ഈ സൈൻ ഇടുന്നതിന് മുമ്പ് സൈൻ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. √3/√4 അല്ലെങ്കിൽ √3/4. അപ്പൊ √3ന്റെ എന്താ? √3 തന്നെ. 4ന്റെ √4 എന്ന് പറഞ്ഞ എന്താ? ഇനി ബാക്കി കണ്ടുപിടിച്ച കിട്ടിയാ? എവിടെ കൊണ്ടുവന്ന? ടാനാ എവിടെ?
കോസൈനും കോസും കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ടാൻ കണ്ടുപിടിച്ചാ പോരെ. സൈൻ എത്ര കിട്ടി? ആ കോസ കോസിക്ക് -2/√3. ആ പിന്നെ ഇതെന്താ? ടാൻ എന്താ കിട്ടിയ? ടാൻ √3 ആണല്ലോ കിട്ടണം. നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് അവിടെ സീക്ക് കണ്ടുപിടിച്ചാ പൊട്ടത്തിലും കാണിച്ചിട്ട് ഇവിടെ കോസും സൈനും ഉണ്ടെങ്കിൽ അടിയിലടി ഇട്ട് കൊടുത്താൽ പോരെ. എനിക്ക് കിട്ടിയാക്കാ കൊണ്ടാ അതെ ആ ബുക്ക് അങ്ങോട്ട് അടിച്ച് ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അല്ലേ. കിട്ടിയാ കൊണ്ടാ. ഇങ്ങനെ ഇത്തിരി ബുദ്ധിയുള്ളൂ കുട്ടി, പക്ഷെ ഇടയ്ക്ക് ഓരോ മണ്ടത്തരം കാണിച്ചിട്ട്. ആ അത് ഞാൻ കണ്ടത് ഇവിടെ വെട്ടിട്ടേക്കുന്നല്ലേ. എത്രയുണ്ട്? ബാക്കിയുള്ളതൊക്കെ അതെന്താടാ? സയൻസ് സിക്ക് 2 -2 അല്ലടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. വായി അടച്ചിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞടാ. എന്ത് എത്ര കിട്ടി? ആ കണ്ടുപിടിച്ചു. ആ തിരിച്ചിട്ടിട്ട് കൊണ്ടുവന്നേ. നെഗറ്റീവ് സൈൻ ഇട്ടോളാം ഞാൻ പറഞ്ഞു. സീക്ക ഇനി സെക്കൻഡ് വൺ ചെയ്. ടെക്സ്റ്റ് ഇല്ലേ എടേ ഞാൻ കൊടുത്തടാ. നീ അപ്പൊ കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ട് ഈ ഉറക്കണോ? എടാ അതാ അവനെ കൊടുത്തേക്കടാ ടെക്സ്റ്റ്. ആ അത് അവിടെ ഉറക്കണോ? മറ്റേതിന്റെ ജെയ്യുടെ